അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഏവർക്കും വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പരിശുദ്ധ ഖുർആൻ്റെ ഒരായത്ത് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമർ 39-ാമത്തെ സൂറത്താണ്. അതിൽ ആയത്ത് 42-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു പറയുന്നു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ വയുംസികു അല്ലതീ ഖലാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലിആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹു പറയുന്നു, അല്ലാഹു യതവഫൽ അൻഫുസ, തീർച്ചയായും അല്ലാഹു ആത്മാക്കളെ ഏറ്റെടുക്കുന്നു. ആത്മാക്കളെ അവയുടെ മരണവേളയിൽ ആത്മാക്കളെ ഏറ്റെടുക്കുന്നു. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, മരണവേളയിൽ അവയുടെ ആത്മാക്കളെ ഏറ്റെടുക്കുകയും വല്ലതീ ലം തമുതു ഫീ മനാമിഹ, വല്ലതീ ലം തമുതു, മരിക്കാത്ത ആത്മാക്കളെ അല്ലാഹു ഏറ്റെടുക്കുന്നു, ഫീ മനാമിഹ, അവയുടെ ഉറക്കത്തിൽ. ഫയുംസികു, അല്ലാഹു എന്നിട്ട് തടഞ്ഞു വയ്ക്കുന്നു, ഖലാ അലൈഹൽ മൗതു, മരണം ആസന്നമായ ആത്മാവിനെ അല്ലാഹു തടഞ്ഞു വയ്ക്കുകയും യുർസിലുൽ ഉഖ്റ, മറ്റുള്ള ആത്മാക്കളെ അല്ലാഹു തിരിച്ചയക്കുന്നു, ഇലാ അജലിൻ മുസമ്മാ, ചില നിശ്ചിത കാലാവധിക്ക് അല്ലാഹു മറ്റുള്ള ഉറങ്ങുന്ന ആത്മാക്കളെ അല്ലാഹു തിരിച്ചയക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലിആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. തീർച്ചയായും ഈ ആയത്ത്, ഈ ദൃഷ്ടാന്തം ചിന്തിക്കുന്ന മനുഷ്യർക്ക് മഹത്തായ തെളിവാണെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയുന്നുണ്ട്, ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ഉറക്കിൽ തന്നെ മരിച്ചു കിടക്കുന്ന അവസ്ഥ, രാവിലെ മരിച്ചു കിടക്കുന്ന അവസ്ഥ നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പ്രാർത്ഥന നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒളുവെടുത്ത് ഫാത്തിഹ, സൂറത്തിൽ ഇഖ്ലാസ്, മുഅവ്വദത്തൈനി, ഇത് ഓതി നമ്മുടെ കയ്യിൽ ഊതിയിട്ട് നമ്മുടെ ശിരസ് മുതൽ ശരീരമാസകലം തടകുകയും ആയത്തുൽ കുർസി, ആമന്ന റസൂല്, ദിക്ർ, സ്വലാത്തുകൾ ഇതെല്ലാം ചൊല്ലിയിട്ട് നമ്മൾ ഈ ദുആ പറയണം. അല്ലാഹുമ്മ അംസകത നഫ്സി ഫർഹംഹാ വഇന്ന അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഖ്ഫൽ ബിഹി ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുമ്മ അംസകത നഫ്സി, അല്ലാഹുവേ, നീ പിടിച്ചു വെച്ച എൻ്റെ ആത്മാവിനെ നീ പിടിച്ചു വയ്ക്കുന്നുവെങ്കിൽ, നീ തിരിച്ചയക്കാതെ പിടിച്ചു വയ്ക്കുന്നുവെങ്കിൽ, ഫർഹംഹ, എൻ്റെ ആത്മാവിന് നിൻ്റെ കാരുണ്യം ഉണ്ടായിരിക്കണേ നാഥ. വഇന്ന അർസൽതഹ, അതല്ല നീ തിരിച്ചു വിടുകയാണെങ്കിൽ, ഫഹ്വലുഹ, നിൻ്റെ സംരക്ഷണം എൻ്റെ ആത്മാവിനുണ്ടായിരിക്കണേ നാഥ. ബിമാ തഖ്ഫൽ ബിഹി ഇബാദിക സ്വാലിഹീൻ, സാലിഹായ അടിമകൾക്ക് നൽകുന്ന സംരക്ഷണം എൻ്റെ ആത്മാവിന് നീ നൽകണേ നാഥ എന്ന് ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹിയ, അല്ലാഹുവേ, ഞാൻ മരിക്കുകയും പിന്നെ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു നാഥ എന്ന് നമ്മൾ ദുആ ചെയ്യണം. ഇത് നമ്മൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. മരണം എന്നത് 2 വിധത്തിലാണ് സംഭവിക്കുന്നത്. ഒന്ന് സന്തോഷമായ മരണം, ഒന്ന് ആനന്ദകരവും സന്തോഷമായ മരണം, ഒന്ന് രണ്ടാമത്തത് ഏറ്റവും വേദനാജനകവും ദുഃഖകരമായ മരണം, ഒന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹു പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആത്മാവ് സുന്ദര രൂപവും സന്തോഷവും പ്രാപിക്കുന്നുവെന്ന് അള്ളാഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. സത്യവിശ്വാസിയായ അള്ളാഹുവിൻ്റെ താല്പര്യം അനുസരിച്ച് ജീവിച്ച, ദുനിയാവിൽ ജീവിച്ച ആ മനുഷ്യൻ്റെ മരണവേളയിൽ, സത്യവിശ്വാസിയായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ്റെ മരണവേളയിൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ സജദ 41-ാമത്തെ സൂറത്താണ്. അതിൽ ആയത്ത് 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്, വന്നുകൊണ്ട് പറയുന്നതാണ്, സുന്ദര രൂപത്തിലുള്ള മലക്കുകളാണ് ഇറങ്ങി വരുന്നത്. വന്നുകൊണ്ട് പറയുന്നു, ആ മനുഷ്യനോട് പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തനസ്സല അലൈഹിമുൽ മലായികത്തു അല്ലാ തഹാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ അടുത്ത് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നതാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും നമ്മുടെ റബ്ബ് അല്ലാഹുവാണെന്നും, സുമ്മ ഇസ്തഖാമു, പിന്നെ അത് അനുസരിച്ച് നില ഉറപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക്, പ്രിയപ്പെട്ടവരെ, സുമ്മസ്തക്കാമു എന്ന് പറയുന്നത് അത് അനുസരിച്ച് ജീവിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹു ഉൾക്കൊള്ളുകയും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ച ഒരാത്മാവ് മരണവേളയിൽ പുറപ്പെടുമ്പോൾ മലക്കുകൾ വന്ന് പറയുന്നതാണിത്. അങ്ങനെയുള്ള മലക്കുകൾ പറയുന്നു, തനസ്സലിൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നതാണ്, അല്ലാ തഹാഫു, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, വലാ തഹ്സനു, ദുഃഖിക്കുകയും വേണ്ട, വഅബ്ശിറൂ, നിങ്ങൾ സന്തോഷം കൊള്ളുക, ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, ശാശ്വതമായ സ്വർഗത്തിലേക്ക് പോകുവാൻ ഉള്ള സന്തോഷം കൊള്ളുക എന്ന് അള്ളാഹു ആ മലക്കുകൾ ആ മനുഷ്യനോട് പറയുന്നതാണ്. എന്നിട്ട് മലക്കുകൾ വീണ്ടും പറയുന്നു, നഹ്നു അവലിയാവുക്കും ഫിദ്ദുനിയാ വഫിൽ ആഖിറ, ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണ്, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരായിരിക്കുമെന്ന് ആ മലക്കുകൾ സന്തോഷത്തോടുകൂടി ആ മനുഷ്യൻ്റെ അടുത്ത് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരായത്താണെന്ന് തോന്നുന്നു. അള്ളാഹു സൂറത്തിൽ ഫജ്റിൽ അള്ളാഹു പറയുന്നുണ്ട്, അതായത് മരണമെന്ന് പറയുന്നത് മലക്കുകൾ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പിടിച്ചെടുക്കുക വഴി ആത്മാവും മനുഷ്യനും തമ്മിലുള്ള വേർപാടിനെയാണ് മരണമെന്ന് നാം മനസ്സിലാക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ഉൾക്കൊണ്ട് അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അങ്ങനെയുള്ള സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിക്കുന്നത് നഫ്സുൽ മുത്മഇന്നത്തു എന്നാണ്, മനഃശാന്തി കിട്ടിയ ആത്മാവ്. അങ്ങനെ മനഃശാന്തി കിട്ടിയ ആത്മാവിൻ്റെ മരണവേളയിൽ അള്ളാഹു സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു നേരിട്ട് ഇടപെടുകയാണ്. മറ്റൊരു ഭാഗത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൻ ഇത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരാണോ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ച് സൂക്ഷ്മജീവിതം നയിക്കുന്നത് അവരുടെ കാര്യങ്ങളിൽ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. അതുപോലെ മരണവേളയിലും അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാകുകയാണ്. അള്ളാഹു പറയുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നത്തു ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ മനഃശാന്തി കിട്ടിയ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങുക, റാളിയത്തൻ മർളിയ, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയ നിലയിൽ നീ റബ്ബിലേക്ക് മടങ്ങുക, ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ ദാസരിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക, വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തോപ്പിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹു ആശീർവദിക്കുകയാണ്. അതുപോലെ തന്നെ കൂടാതെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഷംസിൽ 9, 10 എന്നീ ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വ ഖദ് ഖാബ മൻ ദസാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, പരീക്ഷണഘട്ടമാകുന്ന മനുഷ്യൻ്റെ ദുനിയാവിലെ ജീവിതത്തിൽ ആത്മാവിനെ പരിശുദ്ധമാക്കി ജീവിക്കുന്നവർ വിജയികളാകുകയും, ഖദ് ഖാബ മൻ ദസാഹ, പരീക്ഷണഘട്ടമാകുന്ന മനുഷ്യൻ്റെ ദുനിയാവിലെ ജീവിതത്തിൽ ആത്മാവിനെ വൃത്തികേടാക്കി ജീവിക്കുന്നവർ പരാജിതരുമാകുന്നതാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മരണം ഏറ്റവും സന്തോഷവും
ആനന്ദകരവുമായിരിക്കുമെന്ന് നമ്മൾ ഈ ആയത്തിലൂടെ മനസ്സിലാക്കാം. നേരെ മറിച്ച് ഇനി നമുക്ക് സത്യനിഷേധിയുടെ മരണം എങ്ങനെയാണ് ഇവിടെ നിന്നും ഈ ആത്മാവ് പുറപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് സൂറത്തുൽ അഅ്റാഫ് 7-ാമത്തെ സൂറത്താണ്. അതിൽ 37-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സത്യനിഷേധിയായ ഒരു മനുഷ്യൻ്റെ മരണവേളയിൽ അസഹ്യമായ വേദന അനുഭവപ്പെടും. ആ വേദന കൊണ്ട് പുളയുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. മലക്കുകൾ കണ്ടാൽ ഭയം തോന്നുന്ന രീതിയിലാണ് മലക്കുകൾ വരുന്നത്. പന്തുകൊണ്ട് ആ മനുഷ്യൻ്റെ അടുത്ത് ചോദിക്കും, കാലു ഐനമാ കുന്തും തദൂന മിൻ ദൂനില്ലാ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഐനമാ കുന്തും തദൂന മിൻ ദൂനില്ലാ, മലക്കുകളുടെ ചോദ്യമാണത്. ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചവർ എവിടെ പോയി? അവരെവിടെ പോയി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ വേദന കൊണ്ട് പുളയുന്ന ആ മനുഷ്യൻ പറയുകയാണ്, കാലു ലല്ലുവന്നാ ഷഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ആ മനുഷ്യൻ പറയുന്നു, ഫഖാലു ലല്ലുവന്നാ, അവരൊക്കെ ഞങ്ങളെ വിട്ടേച്ചു പോയി. ഷഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അതുകൊണ്ട് ഞങ്ങളുടെ ശരീരം സാക്ഷ്യം വഹിക്കുകയാണ്, ഞങ്ങൾ സത്യനിഷേധികളാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആ മനുഷ്യൻ വേദനയോടുകൂടി പറയുന്നതാണ്. പറഞ്ഞിട്ട് ആ മനുഷ്യൻ വിലപിക്കുന്ന ആ രംഗം. എന്നിട്ട് അള്ളാഹുവിനോട് വീണ്ടും ആവലാതിപ്പെടുകയാണ്. സൂറത്തുൽ മുനാഫിഖൂൻ 64-ാമത്തെ സൂറത്താണ്. അതിൽ 9-10 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ആ സത്യനിഷേധിയായ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ആവലാതിപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് പറയുന്നു, റബ്ബി ലൗലാ അഖിറതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസദ്ദഖ വഅകുൻ മിനസ് സ്വാലിഹീൻ. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ലൗലാ അഖിറതനി, എൻ്റെ ഈ മരണത്തെ നീ ഒന്ന് പിന്തിപ്പിച്ചു തരികയാണെങ്കിൽ, ഇലാ അജലിൻ ഖരീബിൻ, ചെറിയ ഒരു കാലാവധിക്ക് എന്നെ നീ ഒന്ന് പിന്തിപ്പിക്കുകയാണെങ്കിൽ നാഥ, ഫഅസദ്ദഖ, ഞാൻ സദഖ ചെയ്യുകയും ഞാൻ വാക്കുൻ മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെടുകയും ചെയ്തു കൊള്ളാം നാഥ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു മറുപടിയുണ്ട്. അള്ളാഹു പറയുന്നു, വലൻ യുഅഖിറുല്ലാഹ നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു ശരീരത്തെയും അതിൻ്റെ കാലാവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു പിന്തിപ്പിക്കുകയില്ല എന്ന് അള്ളാഹു ആ മനുഷ്യനോട് മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിന്നും തിരിഞ്ഞ് ജീവിക്കുന്ന സത്യനിഷേധികളെ അള്ളാഹു ഈ വചനത്തിലൂടെ അറിയിക്കുകയാണ്. സൂറത്തുൽ ത്വാഹ 20-ാമത്തെ സൂറത്താണ്. അതിൽ 124, 125, 126 എന്നീ ആയത്തുകൾ ശ്രദ്ധിക്കുക. അള്ളാഹു പറയുന്നു, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻക വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അഅ്മാ. ഒമൻ അഅറള അൻ ദിക്രി, അള്ളാഹുവിൻ്റെ ഉദ്ബോധനത്തിൽ നിന്നും തിരിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർക്ക് ഫഇന്ന ലഹു മഈശത്തൻ ലൻക, അവരുടെ ജീവിതം കുടുസായ ഒരു ജീവിതം അള്ളാഹു നൽകുന്നു. ഒരു ഇടുങ്ങിയ ജീവിതമാണ് അവർക്ക് കൊടുക്കുന്നത്. മാത്രമല്ല, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അഅ്മാ, പുനരുദ്ധാരണ നാളിൽ നാം അവരെ ഉണർത്തിക്കൊണ്ടുവരുന്നത് അന്ധരായിട്ടായിരിക്കുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അന്ധനായി അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നമ്മൾ പോകുന്ന ഒരാളിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. അപ്പോൾ ആ സമയത്ത് അന്ധരായി പോകുന്ന അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് അന്ധനായി ഒരു മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ, ഖിയാമത്ത് നാളിൽ പോകുമ്പോൾ ആ മനുഷ്യൻ പറയുന്നതാണ്, കണ്ണ് കാണാത്ത അവസ്ഥയാണ്. നമ്മൾ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് ഒരു മനുഷ്യന് കണ്ണ് കാണാതെ ആയിപ്പോയാൽ സഹായിക്കാൻ പലരുമുണ്ടാകും. മാതാപിതാക്കൾ, സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ എന്ന് വേണ്ട പലരും സഹായിക്കാനുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് പോകുമ്പോൾ കണ്ണ് കാണാത്ത ഒരവസ്ഥ വന്നാൽ ആരും സഹായിക്കാനില്ല. ആ മനുഷ്യൻ വിലപിച്ചുകൊണ്ട് പറയുകയാണ്, കാല റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുന്തു ബസീറാ. രക്ഷിതാവേ, ലിമ ഹശർതനി അഅ്മാ, എന്നെ എന്തിനാണ് നാഥ എന്നെ കണ്ണ് കാണാത്ത അവസ്ഥയിൽ നീ എന്നെ ഉണർത്തിയത്? വഖദ് കുന്തു ബസീറ, ദുനിയാവിൽ വെച്ച് ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ല നാഥ. എൻ്റെ കാഴ്ച കൊണ്ടാണ്, കാഴ്ചയുള്ള സ്ത്രീയായാലും പുരുഷനായും ആയാലും പറയുകയാണ്, എൻ്റെ കാഴ്ച കൊണ്ടാണ് ഞാൻ സമ്പാദിച്ചത്, എൻ്റെ കാഴ്ച കൊണ്ടാണ് ഞാൻ വീടുണ്ടാക്കിയത്. അങ്ങനെ പല പല കാര്യങ്ങളും എടുത്തെടുത്ത് അപരാധിപ്പെടുകയാണ്, പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു മറുപടിയുണ്ട്.
قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ആ സമയത്ത് ആ കണ്ണ് കാണാതെ വിലപിക്കുന്ന റബ്ബിൻ്റെ അടുത്ത് വിലപിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു മനുഷ്യന് മറുപടി പറയുകയാണ്. കാല കദാലിക്ക, എടോ ഇതെല്ലാം ശരിയാണ്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അത്തത്തുക ആയാത്തിന ഫനസീത്തഹ, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ, എൻ്റെ പരിശുദ്ധമായ വചനം നിന്നിലേക്ക് എത്തിയിരുന്നില്ലേ? ഫനസീത്തഹ, അതെല്ലാം അപ്പോൾ നീ മറന്നു ജീവിച്ചു. കദാലിക്കൽ യൗമ തുൻസ, അതുകൊണ്ട് ഞാൻ നിന്നെ മറക്കുകയാണ്. ദുനിയാവിൽ വെച്ച് നീ എന്നെ മറന്നു ജീവിച്ചപ്പോൾ അന്ന് നീ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്നും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമെന്നും നീ അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല. ഇപ്പോൾ ഇതാ നിന്നെ ഞാൻ ഇവിടെ വെച്ച് മറക്കുന്നു. അന്ന് നീ അവിടെ വെച്ച് എന്നെ മറന്ന് ജീവിച്ചു, അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ മറക്കുന്നു എന്ന് അള്ളാഹു പറയുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് പോകുന്നത് ഏത് രീതിയിലാണോ അവർ ദുനിയാവിൽ വെച്ച് മരണപ്പെട്ടത്, ആ അവസ്ഥയിലാണ് അള്ളാഹു അവരെ ഉണർത്തുന്നത്. വളരെ സന്തോഷമായി സ്വർഗത്തിലേക്ക് പോകാനുള്ള ആസ്വദിച്ചുകൊണ്ട്, ആ സുന്ദര മുഹൂർത്തം ആസ്വദിച്ചുകൊണ്ടാണ് അവർ അകമ്പടിയോടുകൂടി, മലക്കുകളുടെ അകമ്പടിയോടുകൂടി അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് പോകുന്നു. ആ അവസ്ഥയെപ്പറ്റി അള്ളാഹു പറയുന്നു സൂറത്തുൽ അബസയിൽ അള്ളാഹു പറയുന്നുണ്ട്, സത്യവിശ്വാസികളുടെ മുഖം ഉജൂഹൻ യൗബൈദിൻ മുസ്ഫറത്തിൻ ളാഹിഖത്തിൻ മുസ്തബ്ശിറത്തുൻ. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ മുഖം അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് പോകുന്ന സമയം ഉജൂഹൻ യൗമൈദിൻ മുസ്ഫറ, അവരുടെ മുഖം സന്തോഷമായിരിക്കും. ളാഹിഖത്തിൻ മുസ്തബ്ശിറത്തുൻ, ചിരി വിരിഞ്ഞതും പുളകമാർന്നതുമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിൻ്റെ പുനരുദ്ധാരണ നാളിൽ നമ്മൾ സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. നമസ്കാരത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നീ മോചനം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ശിക്ഷയിൽ നിന്നും വിചാരണയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, സിറാത്തുൽ മുസ്തഖീം എന്ന പാലം മിന്നൽ പോലെ കടന്നു പോകാൻ നീ ഞങ്ങൾക്ക് ഉദവി ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا واغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.